ഹലോ എല്ലാവർക്കും താജ്മഹലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ചിക്കൻ ലസാഗ്നയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഓയിലിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ് കേട്ടോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ചെറിയ സവാള നന്നായിട്ട് ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. ലസാഗ്ന തയ്യാറാക്കാൻ വേണ്ടി 3 സ്റ്റെപ്പായിട്ടുള്ളത്. ആദ്യം നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം, പിന്നെ അതോടെ തന്നെ വൈറ്റ് സോസ് തയ്യാറാക്കുക, അതോടൊപ്പം തന്നെ പിന്നെ ഇതെല്ലാവരും കൂടി ചേർത്തിട്ട് ലസാഗ്ന ഷീറ്റും വെച്ചിട്ട് എല്ലാവരും കൂടി ഒന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 3 സ്റ്റെപ്പ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിയും സവാളയും ഉപ്പൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ സവാള വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ മീറ്റില്ലേ അതൊന്ന് എല്ലില്ലാതെ ഒന്ന് മിക്സിയുടെ ജാറിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് പ്രോസസ്സറില്ലേ അതിൻ്റെ അകത്ത് വെച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി സവാളയും ചിക്കൻ്റെ മീറ്റും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ചെറിയ ചെറിയ പീസായതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ വെന്തിട്ടിക്കോളൂ കേട്ടോ. നമ്മളിങ്ങനെ മിക്സാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരും, നല്ലൊരു വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ തന്നെ ചിക്കൻ വെന്തിടുന്നതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അതായത് ഇതിന് വലിയ വേവൊന്നുമില്ല, ചെറിയ ചെറിയ പീസുകളല്ലേ, പെട്ടെന്ന് തന്നെ വെന്തിട്ടിക്കോളും. പിന്നെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഓവർ കുക്ക് ആക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ജ്യൂസിനെസ് നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഹാർഡായി പോകും ചിക്കൻ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ ചിക്കൻ്റെ കളറൊക്കെ മാറി ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ട് അരിഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ കെച്ചപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കെച്ചപ്പും ഈ ചിക്കനും കൂടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കണത് ചിക്കൻ്റെ പൗഡറാണ് കേട്ടോ, 2 ടേബിൾ സ്പൂൺ ചിക്കൻ പൗഡറാണ് ചേർക്കണത്. ഇനി ചിക്കൻ പൗഡറില്ലാതെ നിങ്ങൾ മാഗി ചിക്കൻ ക്യൂബ്സ് ഇല്ലേ അത് ഒരെണ്ണം ചേർത്താൽ മതി. പക്ഷേ അത് ഒരെണ്ണം ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് നല്ല ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ ഉപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ. ചിക്കൻ പൗഡർ ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഫില്ലിങ്ങിന് ചിക്കൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കൂട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ആ പൊടി ചേർക്കണത്. ചിക്കൻ്റെ തന്നെ ഉണക്കി പൊടിച്ച പൊടിയാട്ടത്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ്. ഇതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനും ടൊമാറ്റോ പേസ്റ്റും മസാലകളൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഫുഡൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കാശാവും കേട്ടോ. അപ്പോൾ അതിന് പകരം നമ്മൾ കുറഞ്ഞ കാശ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കുകയും ചെയ്യാം. നമുക്ക് പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി പഠിക്കുകയും ചെയ്യാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാപ്സിക്കാണ്. അപ്പോൾ ക്യാപ്സിക്കം എപ്പോഴും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്താണെന്ന് പറയുമ്പോൾ അതിന് വലിയ വേവൊന്നുമില്ല, പിന്നെ വെന്ത് അലിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അങ്ങോട്ട് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പച്ചക്കറിയിലും ചിക്കനിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഈ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. വലിയ ക്യാപ്സിക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ പാതി എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരെണ്ണം തന്നെ മുഴുവൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളി ബട്ടറിൽ കിടന്ന് മുരിയുമ്പോഴാട്ടോ ഈ വൈറ്റ് സോസിൽ നല്ലൊരു മണം ഉണ്ടാവുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് മൈദയും ബട്ടറും കൂടെ നന്നായിട്ട് കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ മൈദ ബട്ടറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മൈദയുടെ പച്ചമണം ഒന്ന് മാറിയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2.5 കപ്പ് പശുവും പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് കാച്ചിയതായാലും കാച്ചാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൈദയല്ലേ അത് കുറുകി അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കും. അത് കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണേ. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ് കേട്ടോ. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇനിയിപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് റെസിപ്പികൾ നല്ല കറക്റ്റ് ആയിരിക്കണമല്ലോ, അത് കാണാനും നല്ല ഭംഗി വേണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് റെസിപ്പികളൊക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ ചേർക്കണം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നേ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഈ സോസിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് മിക്സ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുക്കായിട്ട് വരും കേട്ടോ. കാരണം മൈദയും കോൺഫ്ലോറൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെയല്ലേ, പെട്ടെന്ന് തന്നെ കുറുകി വരുമല്ലോ. അപ്പോൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകെ. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം. ഇനി ലസാഗ്ന ഷീറ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു പാത്രത്തിൽ വേണം കേട്ടോ വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് വേവിച്ചെടുക്കുന്ന സമയം തമ്മി ഒട്ടിപ്പോകും. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷീറ്റുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ലസാഗ്ന ഷീറ്റ്. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നമ്മുടെ ഈ പാസ്തയൊക്കെ അല്ലേ അതേപോലെ പരന്നിട്ട് നീളത്തിലൊരു ഷീറ്റാണ് കേട്ടോ അത്. വെള്ളം നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ ലസാഗ്ന ഷീറ്റ് 10 12 നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിട്ടാണ് നമുക്ക് ഈ ഷീറ്റുകളുടെ എണ്ണം വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഷീറ്റില്ല എന്ന് പറഞ്ഞ് ആരും ലസാഗ്ന ഉണ്ടാകാതിരിക്കരുത്. അപ്പോൾ നമുക്ക് ഈ പാർട്ട് തന്നെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഷീറ്റിന് പകരം നമുക്ക് ബ്രെഡ് വെച്ചും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് വെന്തിട്ട് വരാൻ ഇത്തിരി സമയം പിടിക്കും. ഇതിന് കുറച്ച് നല്ല വേവുള്ള സാധനമാണ്. അപ്പോൾ ആ തിളച്ച് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ അറിയാം നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ ആൾ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ചൂടുവെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിങ് അവിടെ നിൽക്കും. എന്നിട്ട് നമുക്കത് വേറിട്ട് അടത്തി എടുത്താൽ മതി കേട്ടോ. നമുക്ക് ലസാഗ്ന തയ്യാറാക്കുന്ന പാത്രമില്ലേ അതിൽ നമുക്ക് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ഓയിലോ ബട്ടറോ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ലസാഗ്ന ഷീറ്റില്ലാന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. നമുക്ക് ബ്രെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഷീറ്റ് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കൽ അതങ്ങോട്ട് മാറിക്കിട്ടും. എന്നിട്ട് ആ ഷീറ്റിൻ്റെ പകരം നമ്മൾ ബ്രെഡ് ഇങ്ങനെ അടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുക്കുക, വൈറ്റ് സോസ് വെച്ച് കൊടുക്കുക, അതുകൊണ്ട് തന്നെ ചീസ് വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുക. ഇനി ഈ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് വൈറ്റ് സോസാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് സോസ് എല്ലായിടത്തും ഇതേപോലെ സ്പൂണ് വെച്ചിട്ട് എല്ലാവിടെയും ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് വേവിച്ചെടുത്ത ലസാഗ്ന ഷീറ്റില്ലേ അത് വെച്ച് കൊടുക്കുക. ഈ സമയത്ത് ഇതിന് പകരം ബ്രെഡാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഇല്ലേ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് വൈറ്റ് സോസ് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ചീസ് വെച്ച് കൊടുക്കുക. അത് ചീസ് നമുക്ക് ചെഡാർ ചീസോ അതല്ലാന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസോ നമ്മൾ പിസക്കൊക്കെ ചേർക്കുന്ന ചീസില്ലേ അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ പിസക്കൊക്കെ നമ്മൾ ചേർക്കുന്നത് മൊസറല്ല ചീസ് കേട്ടോ. ഇനി വീണ്ടും സെയിം അതിനെ റിപ്പീറ്റ് ചെയ്യട്ടോ. ലസാഗ്ന ഷീറ്റ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വൈറ്റ് സോസ് ചേർക്കുക, പിന്നെ ചിക്കൻ പീസ് ചേർക്കുക, അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇനി മുകളിലേക്കായിട്ട് ചിക്കൻ ഫില്ലിങ് ചേർക്കുക. ഇതിന് മുകളിലായിട്ട് നമുക്ക് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് ചീസാണ് കേട്ടോ. അപ്പോൾ നിറയെ തന്നെ നമുക്ക് മുകളിലോട്ട് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നു വെച്ചാൽ ഞാൻ കട്ട് ചെയ്ത് കേട്ടോ കാണിക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാപ്സിക്കം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്യാപ്സിക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കണമെന്ന് മാത്രം കേട്ടോ. ഇത് വെച്ചിട്ട് പ്രത്യേക ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കാണാനൊരു ലുക്കൊക്കെ വേണ്ട എന്തെങ്കിലും നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ക്യാപ്സിക്കമാണ് കേട്ടോ. ക്യാപ്സിക്കം വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. ഇത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക. ഇത് ഈ ഒറിഗാനോയുടെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതേപോലെ ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. 185 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് വരെ നമുക്കിത് വെക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഇനിയിപ്പോൾ കറണ്ട് പോയാലും ഓവണില്ലെങ്കിലും നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ വട്ടപാത്രമില്ല അത് തന്നെ. നമ്മുടെ ചീസൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വട്ടപാത്രത്തിൻ്റെ മുകളിൽ നല്ല കട്ടിയുള്ള ദോശത്തവിയില്ലേ അതങ്ങോട്ട് ചൂടാക്കിയിട്ട് അങ്ങോട്ട് വെച്ചുകൊടുത്താൽ മതി. അപ്പോൾ ഓവണിനേക്കാളും ഫാസ്റ്റിൽ ഇതിലായി വന്നോളൂ.
അപ്പോൾ ചിക്കൻ ലസാഗ്ന ഇവിടെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മക്കളെ. ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ. ഒരു ലൈക്കും കമൻറ്റും എന്തായാലും ഒന്ന് ചെയ്യണേ.